ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഒരു 3-4 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം ഞാനും കൂടെ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ദുബായ് മോളിൽ പോകാമെന്ന് കരുതിയിരുന്നു. പോണ വഴിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ബിൽഡിങ്ങൊക്കെ. അതായിട്ടോ ഇത് വീഡിയോ എടുത്തേ. ഹലോ ഗൈസ്, ഞാനും കൂടെ ഇപ്പോൾ ദുബായ് മോളിലോട്ട് വന്നതാ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ നാട്ടിലൊക്കെ ഊബറൊക്കെ ഇല്ലേ, അതുപോലെ ടാക്സിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ഇവിടെ. കരീമെന്നാണ് അതിൻ്റെ പേര്. അപ്പം നമ്മൾ അതിനകത്ത് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരിക. ഈ മോളിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിൻ്റെ പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മളിവർ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക. നമുക്കിപ്പോൾ തിരിച്ചും നമ്മൾ ആ ഒരു ഏരിയയിൽ വന്നിട്ട് വേണം ഇത് ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് എൻട്രൻസിൽ കൂടെ വന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലോകമാണ്. നല്ലതായിട്ട് ഇങ്ങനെ കാണാനും ഉണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡ്രസ്സിൻ്റെത്, പിന്നെ പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു നല്ലൊരു ലോകമാണ് ഇവിടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഈ മുകളിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടോളൂ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിവിടെ എൻട്രി ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഏത് വഴിക്ക് പോകുന്നെന്ന് നമ്മളറിയില്ല. കാരണം അങ്ങനെ വാങ്ങാനും ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞൊരു സാധനത്തിന് വരെ നല്ല വിലയായിരിക്കും ഇവിടെ. പിന്നെ വേറൊരു വശം കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ എന്താ പറയുക, ചില ഫാഷൻ TV ചാനൽസൊക്കെ ഇല്ലേ, അതിനകത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു ക്വാളിറ്റി ലെവലുള്ള ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നമുക്കിതിനെ കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ കുഞ്ഞൊരു ഐസ്ക്രീം വരെ നമ്മൾ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും, അതിനുള്ള വിലയും ഉണ്ടാവും ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെറുതെ. പിന്നെ വേറൊരു സൈഡ് ഗൈസ്, ഒത്തിരി നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് ഇവിടെ. നമുക്ക് നല്ല എന്താ വെച്ചാൽ നല്ല ആണുങ്ങളാട്ടെ പെണ്ണുങ്ങളാട്ടെ നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നത്. ഇവിടെ 2 പാമ്പിരിക്കുന്നു, നിങ്ങൾ നോക്കി. ഇവിടെ ഇപ്പോൾ സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലോട്ട് പെട്ടെന്ന് നോക്കണം കേട്ടോ. 2 പാമ്പുകളിങ്ങനെ അതിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ വെച്ചിരിക്കുക, കണ്ടില്ലേ? അത് ഇത്തിരി എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ പ്ലസ് സൈസ് ആയിട്ടുള്ള ആളുകൾക്ക്, ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൈസ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും വരില്ല. അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ദുബായ് മോളിലൊക്കെ ഒന്ന് കയറണേ. ഇതൊക്കെ ഈ ഒരു സൈഡൊക്കെ പെർഫ്യൂംസ് ഇല്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ്. നല്ല മണമാണ് ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ടെസ്റ്റിന് തരും. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. ഞങ്ങളവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ഞങ്ങൾ വേറെ ഒരു മോളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള മിക്ക ആൾക്കാരും ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണെന്നറിയാൻ ഞങ്ങളും കൂടെ വന്നതാണ്. അപ്പോഴാണ് ഈ സംഭവം കാണുന്നത്, വാട്ടർഫോൾ. നല്ല രസമായിട്ടാണ് കാണാൻ. ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. താഴോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇവിടെ നിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഈ വാട്ടർഫോളിൻ്റെ. കണ്ടോ, നമുക്ക് ഈ മോളിൻ്റെ മിക്ക ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ റൗണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും. ഞാനും കൊടും ഇവിടെ ഒരു 9:45 ആയപ്പോൾ എത്തിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഷോപ്പെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ്സ് നമുക്ക് കിട്ടും. ഒരുപാട് സ്നാക്സ് ഐറ്റംസ്, സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ പറയാമല്ലോ, ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, ബാഗ്സ്, ഹീൽസ്, അടിപൊളിയാണ്. ഡ്രസ്സിൻ്റെയൊക്കെ ഒത്തിരി വെറൈറ്റീസ്, ഡെനിംസിൻ്റെത് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ജെൻസിനാണെങ്കിലും അവരുടേതായിട്ടുള്ള ഓരോരോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട്സ്, ഡെനിംസ് ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ അതായിട്ടുള്ള ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം നിന്ന് നല്ലതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അകത്തും കയറാം കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ കയറാനുള്ള സമയം നമ്മുടെ അടുത്തില്ലായിരുന്നു. ഒന്നും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വാങ്ങാത്തത് കൊണ്ടും ഞങ്ങളങ്ങനെ എൻട്രി ചെയ്തില്ല ഓരോ ഷോപ്പിനകത്തോട്ടും. പിന്നെ ഇവിടെ പുറത്തു നിന്നെല്ലാം കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. പിന്നെ ഒരുപാട് ഐസ്ക്രീമിൻ്റെ ഏരിയാസ് കണ്ടു.
അങ്ങനെ ഒത്തിരി നമുക്ക് കാണാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് പോകണം. ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ എത്ര നടന്നിട്ടും ഇങ്ങോട്ട് ഒരു വഴി കൂടെ കയറുമ്പം ഇത് കണ്ടോ കണ്ടില്ല അങ്ങ് കൺഫ്യൂഷൻ ആവും നമുക്ക്. അതിൻ്റെ ഒരു മാപ്പ് റൂട്ടൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. എന്നാലും നമ്മളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഊഹം വെച്ചിട്ട് എല്ലായിടും അങ്ങ് നടന്നു പോയി. അങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ നടന്ന് പോകാൻ നേരത്തേക്കാണെങ്കിൽ നോക്കിയ ഒരു ഡിനോസറിൻ്റെ സ്കെൽറ്റൻ നല്ല വലിപ്പത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതിനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും അതൊരു നമ്മളിങ്ങനെ ഒരു അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ നോക്കണ ടൈപ്പിലുള്ളതാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നല്ല കൗതുകത്തോടെ നോക്കാൻ പറ്റുന്ന വേറൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമാണ്. ഒരു അക്വേറിയം പോലാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനകത്തോട്ട് നമുക്ക് കയറണമെങ്കിൽ പുറത്ത് ഞങ്ങളിത് മുകളിൽ നിന്നാട്ടോ എടുക്കുന്നത് വീഡിയോ. നമുക്ക് താഴെ പോയിട്ടും അടുത്തു നിന്നൊക്കെ കാണാം. അവിടെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ട്. നമുക്കതിൻ്റെ അകത്ത് കയറി നല്ലപോലെ കാണാം. നോക്കി ഞങ്ങളുടെ നല്ല കൈനെ വട്ടക്കാരിലെന്നാണ് പറയുന്നത്. ആ മീനായി ഓടി നടന്നിരിക്കുന്നത്. പിന്നെ ഷാർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നല്ല രസമാണ്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാവും ഇത് കാണാനായിട്ട്. ഇതൊക്കെ ഞങ്ങളുടെ അമ്മയും അപ്പയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇത് കാണാനായിട്ട് പറ്റുമല്ലോ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അതാ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കി നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ലൈറ്റനിങ്ങിൻ്റെ ഇഷ്യൂ കാരണം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്നെനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ നടന്ന് നമുക്കിത് കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഗോഡും കൂടെ പോയ ഒരു സ്ഥലമാണ് യോഗേർട്ട് ലാൻഡ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ എടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓരോ കപ്പിനും സൈസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്ത 2 ഫ്ലേവറും ഗോഡ് സജസ്റ്റ് ചെയ്ത 2 ഫ്ലേവറും കൂടെ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അവിടെ ടോപ്പിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ്, അങ്ങനെ ചോക്ലേറ്റ് ചിപ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കതൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ നമുക്ക് തരും. അപ്പം ഞങ്ങളതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ, കാണുന്നതും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളിതങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഗോഡു ഇത് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്ത ഫ്ലേവറാണ്. ഒരു ഭാഗ്യക്ക് തിന്നാൻ കൊള്ളത്തില്ല. ചോക്ലേറ്റ് നമ്മുടെ പേരൊക്കെയുടെ, പക്ഷെ ഇത് കൊള്ളാം. ക്യാരമലിൻ്റെയും പിന്നെ പിസ്തയുടെ തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫുള്ളങ്ങെടുത്ത് ഇപ്പം തിന്നിട്ടും തീരുന്നില്ല ഇഷ്ടം. പക്ഷെ അത് ഒരു രസമില്ല ഗൈസ്. പക്ഷെ ഇത് നല്ല ഫ്ലേവറാണ്. അങ്ങനെ ഞങ്ങളത് അവിടെ ഇരുന്ന് തിന്ന് തീർക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ആദ്യം നമ്മൾ കളയായിരുന്നു ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനായിട്ടാണ് ഞാനും ഗോഡുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ആ മോള് ഫുള്ള് ഞങ്ങൾ വീണ്ടും നടന്ന് പണ്ടാരം അടങ്ങി ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് അറിയാൻ വയ്യ. പലയിടത്തും പല ഭാഗം. ഞാൻ നേരത്തെ ഒരു ടാക്സി ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പുറത്തിറങ്ങിയപ്പോൾ ബുർജ് ഖലീഫ. ഞങ്ങൾ നോക്കാം, ദൈവമേ ഇത് ഏത് സ്ഥലം, ആ മാളിൻ്റെ സൈഡ് തന്നെ ആയിരുന്നു. പിന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പോയി ഗൈസ്. എന്നാലും നല്ലൊരു അടിപൊളി, പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു ഇത്. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളിത് പോണ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. സോ ബൈ.